മാന്നാനം അമലഗിരിയിൽ മത്സ്യകർഷകർ വളർത്തിയിരുന്ന മീനുകളെ സാമൂഹ്യവിരുദ്ധർ കൊന്നൊടുക്കിയതായി പരാതി. അമലഗിരി പണ്ടാരക്കളത്തിൽ ഷീലയുടെ മീൻകുളത്തിലെ മീനുകളെയാണ് കൊന്നൊടുക്കിയത്. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് മാന്നാനം അമലഗിരി ഭാഗം പണ്ടാരക്കുളത്തിൽ VR സാബു, ഭാര്യ ഷീല സാബു എന്നിവർ തങ്ങളുടെ വീടിനോട് ചേർന്ന് കുളത്തിൽ കൃഷി ചെയ്തു വന്നിരുന്ന മീനുകളെയാണ് സാമൂഹ്യവിരുദ്ധർ കൊന്നൊടുക്കിയത്. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് സംഭവമെന്നാണ് കരുതുന്നത്. രാത്രിയിൽ പട്ടിയുടെ കുര കേട്ട് ലൈറ്റിട്ട് നോക്കിയിരുന്നെങ്കിലും സംശയാസ്പദമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. വ്യാഴാഴ്ച രാവിലെ മീനുകൾക്ക് തീറ്റ നൽകാൻ എത്തിയപ്പോഴാണ് മീനുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ വിവരം അറിയുന്നത്. കുളം നിറഞ്ഞ് കരിമീനും തിലോപ്പിയായും നല്ല ഒരുപാട് മീനുകൾ വിളവെടുക്കേണ്ട സമയം എന്ന് പറയുമ്പം സാറൊന്ന് ഓർത്ത് നോക്കിക്കേ എന്തുമാത്രം മീനുകളായിരുന്നു. ഞങ്ങൾക്ക് വന്ന നഷ്ടം ഏകദേശം ഒരു 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ളൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അത് ഇനി കൂടുതലൊന്നും പറയാനില്ല, കാരണം സങ്കടം കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ചയായിരുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത്. അതാരാണേലും കണ്ടെത്തി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ബന്ധപ്പെട്ട് ഫിഷറീസിലും കൊടുക്കാൻ പറഞ്ഞ് ലൈസൻസോട് കൂടി നടത്തുന്ന ഒരു മീൻകുളമാണ് ഞങ്ങൾ ഇത്രയും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി മീനുകളാണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കുളത്തിൽ കാണപ്പെട്ടത്. കുറേ മീനുകളെ വെട്ടി വൃത്തിയാക്കിയെടുത്തതിന്റെ അവശിഷ്ടങ്ങൾ കുളത്തിന്റെ കരയിൽ കാണപ്പെട്ടു. സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നിഗമനം. മത്സ്യകൃഷിയിൽ ആദ്യ വിളവെടുപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് സാമൂഹ്യവിരുദ്ധരുടെ മനസാക്ഷിയില്ലാത്ത പ്രവൃത്തി. രാവിലെ മീൻ ചത്ത് കിടക്കുന്ന വിളിച്ചപ്പം വന്ന് ഇവിടെയൊക്കെ പറഞ്ഞപ്പോൾ അതിലൊന്നും 5-6 പേരുണ്ടായിരുന്നു. എല്ലാവരും വന്നു. അപ്പോൾ ഇവിടെയൊന്നും ആൾക്കാരില്ല. ഇപ്പോൾ ഇവിടെ കര വഴിക്ക് പോയിരിക്കുക. ഞങ്ങളെന്ന് പറഞ്ഞാൽ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ മീനിൻ്റെ തല കുറച്ച് മുറിഞ്ഞും അതിൽ നിന്ന് മീൻ വെട്ടിയെടുത്തതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കുറേ അവശിഷ്ടങ്ങളും എല്ലാം കളപ്പല്ലൊക്കെ പച്ചോട്ടി പിന്നെ ചവിട്ടി മേടിച്ച പോലെ അവിടെയൊക്കെ കിടക്കുന്നു. പിന്നെ ഇതിലോട്ട് ഇറങ്ങിയ പോലെ ആ പുഴയൊക്കെ ആൾ ഇറങ്ങി നിന്ന പോലെയൊക്കെ ആയിട്ട് ഉള്ള കാൽപ്പാടുകളും അതും ഇതൊക്കെ കണ്ട് ഞങ്ങളിതിനെ കണ്ടിട്ടങ്ങ് പോയി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു മീൻ മാത്രമല്ല, ബാക്കി പിടിച്ചുകൊണ്ട് പോയി. ബാക്കി ഒരു 10-30 ഉണ്ടായിരുന്നു വെട്ടി മുറിച്ച്. 2022-ലാണ് സാബുവും ഷീലയും മത്സ്യകൃഷി ആരംഭിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസുമുണ്ട്. കൃഷിയും മൃഗസംരക്ഷണവുമാണ് ഇവരുടെ ഉപജീവന മാർഗം. അതിരമ്പുഴ പഞ്ചായത്തിൽ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം 4 തവണ നേടിയിട്ടുള്ള ആളാണ് ഷീല. ഏറെ നാളത്തെ പരിശ്രമത്തിന് ഫലം കിട്ടാറായപ്പോൾ എല്ലാം വൃഥാവിലായതിന്റെ വിഷമത്തിലാണ് ഇവർ. സംഭവത്തിൽ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.